നഴ്സിംഗിൽ മാത്സ് ഇല്ലെന്ന് വിശ്വസിച്ച് നഴ്സിംഗ് ചൂസ് ചെയ്തവർക്കും ഇനിയും ഇത് വിശ്വസിച്ച് നഴ്സിംഗ് എടുക്കാൻ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സോ ഫ്രം എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, സി ഫോർ കാറ്റിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എ ഫോർ ADHD, ബി ഫോർ ബൈപോളർ ആൻഡ് സി ഫോർ കാറ്ററ്റോണിയ ആൻഡ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. അപ്പം ഈ ഒരു കരിയറിൽ മാത്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. കാരണം എൻ്റെ ഒരു സെക്കൻഡിൽ ഞാൻ ചെയ്യുന്ന ഡോസ് കാൽക്കുലേഷൻ എന്തെങ്കിലും ഒരു തെറ്റി പറ്റിപ്പോയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും പറ്റും. ഓൺ ദി അതർ ഹാൻഡ് ഞാൻ എന്തെങ്കിലും ഒന്ന് താമസിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പേഷ്യൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്നേഹോപകാരങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും. ആ ടൈമിൽ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടാരം പിടിച്ച മാത്സ് സ്കൂളിലുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒഴിയാ ബാധ പോലെ, അതായത് ഭൂലോകത്തിന്റെ സ്പന്ദനം മാത്സിലാണെന്ന് പറയുന്നത് വളരെ വളരെ കറക്റ്റ്. അപ്പം ഈ ഒരു ചിന്താഗതിയിൽ നഴ്സിംഗ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നഴ്സിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബയോളജി മാത്രമല്ല കിട്ടുന്നത്. ഡോസ് കാൽക്കുലേഷൻ, IV കാൽക്കുലേഷൻ, ടൈം കാൽക്കുലേഷൻ, വെയിറ്റ് കാൽക്കുലേഷൻ, ഡൈല്യൂഷൻ, അങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു മാത്സിന് നിരവധി അനവധി തലത്തിലേക്കാണ് നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത്. അതുകൊണ്ട് നഴ്സിംഗിൽ മാത്സ് ഇല്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ടങ്ങ് പോയേക്കുക. കാരണം അവർ ഇതുവരെ കറക്റ്റ് സ്ഥലത്ത് കാല് കുത്തിയിട്ടില്ല. നഴ്സിംഗിൽ മാത്സ് ഇല്ലാത്തതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കട്ടെ.